ഹലോ മക്കളെ, നമ്മൾ ഇന്ന് SCERTയുടെ ക്ലാസ് തന്നെയാണ് എടുക്കുന്നത്. അതായത് പുതിയ പാഠപുസ്തകങ്ങളിലെ പുതിയ ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ഒരു എക്സാമുകളിലെല്ലാം തന്നെ ആ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളും PSC ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ 5 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു 6 ചാപ്റ്റർ കൂടി നമുക്ക് സോഷ്യൽ സയൻസിൽ തന്നെ പഠിക്കാനുണ്ട്. ചില ചാപ്റ്ററുകൾ നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ചില ചാപ്റ്ററുകളിൽ ഒരുപാട് കാര്യങ്ങൾ, എക്സ്ട്രാ പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പെടുത്ത ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്കൊന്ന് റിവിഷൻ പോലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് 4 പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊഴിൽ വൈവിധ്യങ്ങൾ എന്നുള്ളൊരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. എന്താണ് നവജീവൻ പദ്ധതി? ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? നവജീവൻ അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് അല്ലെ നവജീവൻ. ഇവർക്കൊരു പുതിയ ജീവിതം കൊടുക്കാം. നവജീവൻ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. അവിടെ വയസ്സ് പ്രത്യേകതയുണ്ട്. നമ്മൾ മുതിർന്ന പൗരന്മാരെന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിലാണെന്ന് കരുതും. പക്ഷേ ഇവിടെ മുതിർന്ന പൗരന്മാർ 50 മുതൽ 65 വയസ്സ് വരെയാണ്. അപ്പം നവജീവൻ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക 50നും 65നും ഇടയിൽ പ്രായമുള്ളവർക്കാണ്. 50നും 65നും ഇടയിലുള്ള പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ്. അവർക്ക് സ്വയം തൊഴിൽ ലഭിക്കാനുള്ള സഹായമാണ് ലഭിക്കുക. അടുത്ത പദ്ധതി കൈവല്യ. ഓർമ്മയുണ്ടോ? കൈവല്യ എന്താണ്? കൈക്ക് വയ്യാത്തവർക്ക് അല്ലെ, അങ്ങനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈവല്യ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്നുള്ളത്. അവർക്ക് പലിശരഹിത വായ്പ ലഭിക്കും. ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ ഉപയോഗം ലഭിക്കും, പ്രയോജനം ലഭിക്കും. പക്ഷെ അവിടെ വയസ്സ് പറഞ്ഞിട്ടുണ്ട് 21നും 55നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ്. 21നും 55നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഭിന്നശേഷിക്കാരുടെ തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്നുള്ളത്. പലിശരഹിത വായ്പയാണ് ലഭിക്കുക. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. പിന്നെ നമ്മൾ ശരണ്യ എന്നുള്ളൊരു പദ്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. അതാണ് പിന്നെയും നിങ്ങളോട് എടുത്ത് പറയുന്നത്. ശരണ്യ എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രം പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലേ. ശരണ്യ സ്ത്രീകൾക്ക് മാത്രം പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ്. ഏതൊക്കെ തരം സ്ത്രീകൾക്കാണ് ഇതിൽ പ്രയോജനം ലഭിക്കുക? വിവാഹിതരായെങ്കിൽ അവർ എന്തായിരിക്കണം? വിവാഹമോചനം നേടിയ വനിതകളായിരിക്കണം, അല്ലെങ്കിൽ തൊഴിൽ രഹിതരായിട്ടുള്ള വിധവകളായിരിക്കണം, അതുമല്ലെങ്കിൽ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാരായിരിക്കണം. ഇപ്പം വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ വിവാഹമോചനം നേടിയവരായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വിധവകളായിരിക്കണം. എങ്ങനെയുള്ള വിധവകൾ? തൊഴിൽ രഹിതരായിട്ടുള്ള വിധവകളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് കിടപ്പിലായിരിക്കണം അല്ലെ. കിടപ്പിലായ രോഗിയുടെ ഭാര്യമാർ, ഇവർക്കൊക്കെ ലഭിക്കും. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കും ലഭിക്കും. പിന്നെ അവിവാഹിതരായിട്ടുള്ള പട്ടികവർഗ വിഭാഗത്തിലെ അമ്മമാർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അപ്പം 5 കാറ്റഗറിയിലുള്ള സ്ത്രീകളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശരണ്യ പദ്ധതിയിൽ പ്രയോജനം ലഭിക്കുക 5 കാറ്റഗറിയാണ്. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ അത് വിവാഹമോചനം നേടിയ വനിതകളോ, അല്ലെങ്കിൽ തൊഴിൽ രഹിതരായിട്ടുള്ള വിധവകളോ, അതുമല്ലെങ്കിൽ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാരോ ആയിരിക്കണം. പിന്നെ അതോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് ലഭിക്കും. ഭിന്നശേഷിക്കാരെ അവിടെ വേറൊന്നും നോക്കാനില്ല. ഭിന്നശേഷിക്കാരാണോ ഭിന്നശേഷിക്കാരായിട്ടുള്ള വനിതകൾക്ക് ലഭിക്കും. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവരെന്തായിരിക്കണം? പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരോ ആയിരിക്കണം. ഇങ്ങനെ 5 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാം. വനിതകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണ്. ഇനി അതേപോലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ജീവനം എന്നുള്ളത്. ജീവനം എന്നുള്ളത് അക്രമങ്ങൾക്കിരയായിട്ട് മരണപ്പെട്ടവരുണ്ടല്ലോ, ഏതെങ്കിലും അക്രമങ്ങൾക്കിരയായിട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക്, അവരെ ആശ്രയിച്ച് കഴിയുന്നു. അപ്പോൾ പെങ്ങന്മാരോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെ അക്രമങ്ങൾക്ക് ഇരയായിട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ജീവനം എന്നുള്ളത്. അപ്പോൾ ഈ 4 പദ്ധതികളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മൾ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് തൃശ്ശൂരിലുള്ള കുത്താമ്പുള്ളി, തൃശ്ശൂരിലെ കുത്താമ്പുള്ളിയും തിരുവനന്തപുരത്തെ ബാലരാമപുരവും. ടെക്സ്റ്റിൽ ഈ 2 സ്ഥലമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള കുത്താമ്പള്ളിയും തിരുവനന്തപുരത്തുള്ള ബാലരാമപുരം. അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയാണ് തിറകളുടെയും തറികളുടെയും കൈത്തറി
തിറ എന്ന് പറയുന്നത് തെയ്യം തിറയും, തറി എന്ന് പറയുന്നത് കൈത്തറിയും. തിറകളുടെയും തറികളുടെയും നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. ഹാൻഡ്ലൂം സിറ്റി ഓഫ് കേരള, കേരളത്തിൻ്റെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അതേപോലെ തന്നെ ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം, ഹാൻഡ് വീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനാണ് ഹാൻഡ് വീവ്, അതിൻ്റെ ആസ്ഥാനവും കണ്ണൂരാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ തുണി വ്യവസായം അല്ലേ, നമ്മൾ കൂടുതൽ വ്യാപിച്ച ഇത് ഘട്ടങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ പവർ ലൂമിൻ്റെ യന്ത്രത്തറയുടെ കണ്ടുപിടുത്തത്തെയും കുറിച്ച് പറഞ്ഞു. ഈ സ്പിന്നിങ് ജെന്നി ആരാണ് കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നി. അപ്പോൾ സ്പിന്നർ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ക്രിക്കറ്റിലേക്ക് സ്പിന്നർ ഹർഭജൻ സിംഗിനെ ഓർക്കാത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ഹർഗ്രീവ്സ്, ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ് ആണ്. പവർ ലൂം അഥവാ യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? പവർ ലൂം കണ്ടുപിടിച്ചത് കാർട്ട്റൈറ്റ് ആണ്. അപ്പം നമ്മൾ സാധാരണ കാറിനൊക്കെ നല്ല പവർ ഉണ്ട്, ചില കാറുകൾ ഓടിക്കുമ്പോൾ പറയാറില്ലേ നല്ല പവറുള്ള കാറാണ്, ചില കാറുകൾക്ക് അത്ര പവർ ഇല്ല എന്നൊക്കെ പറയാറില്ലേ, ബോയ്സ് ഒക്കെ ചിലപ്പോൾ പറയാറുണ്ടാവായിരിക്കും. അപ്പം അങ്ങനെ ഓർക്കാം. പവർ ലൂം എന്ന് പറയുമ്പോൾ പവർ കാറിനാണ്. കാർട്ട് റൈറ്റ് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് പവർ ലൂം കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ കൃത്രിമനാര് എന്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പെട്രോളിയത്തിൽ നിന്നാണ് കൃത്രിമനാര് ഉൽപ്പാദിപ്പിക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഒക്കെ കൃത്രിമനാരാണ്. അതോടൊപ്പം തന്നെ പ്രകൃതിദത്ത നാരുകളുണ്ട് അല്ലേ. പ്രകൃതിദത്ത നാരുകൾ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുണ്ട്, ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുണ്ട്. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരിന് എക്സാമ്പിളാണ് കമ്പിളിയും പട്ടുനൂലും. കമ്പിളി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് ചെമ്മരിയാടിൽ നിന്നാണ് അല്ലേ ലഭിക്കുന്നത്. കമ്പിളി ചെമ്മരിയാടിൽ നിന്നാണ്. എന്നാൽ പട്ടുനൂൽ പുഴുവിൽ നിന്നാണ്. അപ്പം നമ്മൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പട്ടുനൂൽ പുഴുവിൻ്റെ എന്തിൽ നിന്നാണ് ലഭിക്കുന്നത്? കൊക്കൂണിൽ നിന്നാണ് ലഭിക്കുന്നത്. കൊക്കൂണിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അതൊരു മാംസ്യനാരാണ് എന്നുള്ള കാര്യം കൂടിയും ഓർത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മാംസ്യനാരാണെന്നും കൂടിയും ഓർത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാന്നാർ ലഹള, വിവേചനം, വസ്ത്രധാരണത്തിലെ വിവേചനം പറഞ്ഞപ്പോൾ ചാന്നാർ ലഹളയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാണ് ചാന്നാർ വിളംബരം പുറപ്പെടുവിച്ചത്? 1859 എല്ലാവർക്കും അറിയായിരിക്കും, ഡേറ്റും കൂടി ഓർമ്മ വേണം. ജൂലൈ 26 1859 ജൂലൈ 26. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്ത്രം ഒരു സമരായുധമായത് അല്ലേ. ഏതൊക്കെ പ്രസ്ഥാനത്തിലാണ്? സ്വദേശി പ്രസ്ഥാനത്തിലും ഖാദി പ്രസ്ഥാനത്തിലും. സ്വദേശി പ്രസ്ഥാനത്തിലും ഖാദി പ്രസ്ഥാനത്തിലും വസ്ത്രം എന്നുള്ളതൊരു സമരായുധമായിരുന്നു. ആ വസ്ത്രം, ഖാദി വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഒരു ദേശാഭിമാനത്തിന്റെ ഒരു ഇതായിട്ട്, സൂചനയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് അക്കാലത്ത് കണ്ടിരുന്നത്. അപ്പൊ ഈ ഖാദി പ്രസ്ഥാനം എന്നാണ് ആരംഭിച്ചത്? ഖാദി പ്രസ്ഥാനം 1918 ഖാദി പ്രസ്ഥാനം 1918 നമ്മുടെ അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്ന ആ സമയത്ത് ഖാദി എന്ന് പറഞ്ഞാലും വസ്ത്രമല്ലേ. 1918 ഖാദി പ്രസ്ഥാനം. എന്നാൽ സ്വദേശി പ്രസ്ഥാനം എന്നാണ്? സ്വദേശി പ്രസ്ഥാനം നമ്മൾ ബംഗാൾ വിഭജനം നടന്നതിനെ തുടർന്നിട്ടാണല്ലേ സ്വദേശി പ്രസ്ഥാനം വരുന്നത്. അപ്പൊ 1905 എന്ന് ഓഗസ്റ്റ് 7 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം. ഡേറ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ഡേറ്റ് അടക്കം പഠിക്കണം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 അതുകൊണ്ടാണ് ഓഗസ്റ്റ് 7 നമ്മൾ എന്തായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പം ഇത്തരം ഡേറ്റുകളാണ് PSC എടുത്ത് ചോദിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഡേറ്റുകൾ PSC സ്ഥിരം ചോദിക്കാറുണ്ടല്ലേ. നമ്മുടെ സോയിൽ ഡേ, മണ്ണ് ദിനം എന്നാണെന്ന്. കാരണം നമ്മുടെ CRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഡിസംബർ 5 സോയിൽ ഡേ, മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 തന്നിട്ടുണ്ടായിരുന്നു. ഡിസംബർ 5 ആ 5 എന്നുള്ളത് S ആയിട്ട് ഓർക്കുക. അപ്പൊ സോയിൽ ഡിസംബർ 5 മണ്ണ് ദിനം എന്നുള്ളത്. അതേപോലെ നമ്മൾ മുമ്പൊരു ഇപ്പം നമ്മുടെ പുതിയ CRT ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഭക്ഷ്യദിനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് ഭക്ഷ്യദിനം? ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 അല്ലെ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം, ലോക ഭക്ഷ്യദിനവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി ഓർത്തു വെക്കുക. എന്താണ്? നമ്മുടെ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ള ഓഗസ്റ്റ് 7 നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 എന്ന് മുതലാണ് നമ്മളിത് ആചരിക്കാൻ തുടങ്ങിയത്? 2015 തൊട്ടാണ് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തിരുവിതാംകൂറിൻ്റെ സ്ഥലം പറഞ്ഞപ്പോൾ, കാരണം തിരുവിതാംകൂറിലാണല്ലേ ഈ ചാന്നാർ വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗം, ഇന്നത്തെ തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗവും അതോടൊപ്പം നമ്മുടെ മധ്യ കേരളത്തിൻ്റെ കുറച്ച് ഭാഗം അല്ലേ, മധ്യ കേരളത്തിൻ്റെ കുറച്ച് ഭാഗവും പ്ലസ് എന്തും കൂടി ഇന്നത്തെ കന്യാകുമാരി ജില്ല, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരി ജില്ലയും കൂടി ചേർന്നതാണ് തിരുവിതാംകൂർ എന്നുള്ളത്. അപ്പം ഇന്നത്തെ തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗവും മധ്യ കേരളത്തിൻ്റെ കുറച്ച് ഭാഗവും നമ്മുടെ കന്യാകുമാരി ജില്ലയും കൂടി ചേർന്നതായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ എന്നുള്ളത് അല്ലേ. തിരുവിതാംകൂറിന് വേണാട് മാത്രമായിരുന്നു തിരുവിതാംകൂറിനെ അല്ല വേണാട് എന്ന് പറഞ്ഞ ഒരു കുറച്ച് സ്ഥലം മാത്രമായിരുന്ന ഒരു സ്ഥലത്തിനെ ഒരു രാജ്യത്തെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു വലിയൊരു വിസ്തൃതമായിട്ടുള്ള ഒരു രാജവംശമാക്കി മാറ്റിയത് ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് കാലഘട്ടം? 18ാം നൂറ്റാണ്ടിലാണ് അല്ലേ. പിന്നെ നമ്മൾ വരയ്ക്കാം വായിക്കാം എന്നുള്ളൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. വരയ്ക്കാം വായിക്കാം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കുറേ സൂചകങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭൂപടങ്ങളിൽ കൊടുക്കുന്ന കുറേ സൂചകങ്ങൾ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കാണിക്കാനും ജില്ലാ അതിർത്തി കാണിക്കാനും രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ. സംസ്ഥാനത്തിൻ്റെ അതിർത്തി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ആയിട്ടുള്ള ലൈനുകളാണ്, ഒരു ലൈൻ ഇട്ടിട്ട് പിന്നെ ഗ്യാപ്പ് ഇട്ട് ഒരു ലൈൻ, ഇങ്ങനെ ഡോട്ട് അല്ലേ, വര കുഞ്ഞു ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വരകൾ, ബ്രേക്ക് ഉള്ള വരകൾ, അതെന്താണ്? സംസ്ഥാനത്തിൻ്റെ അതിർത്തി കാണിക്കാനാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈന് ജില്ലാ അതിർത്തിയെ കാണിക്കാനാണ്. അതുപോലെ ദേശീയ പാതനെ കാണിക്കാനാണെങ്കിൽ റെഡ് കളറിലുള്ള 2 ലൈൻ വേണം, സമാന്തരമായിട്ടുള്ള 2 ലൈൻ വേണം. എന്നാൽ നമ്മുടെ സംസ്ഥാന പാതനെ കാണിക്കാനാണെങ്കിൽ റെഡ് കളറിലുള്ള ഒരു സിംഗിൾ ലൈൻ മാത്രം മതി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ. തലസ്ഥാനങ്ങളെ കാണിക്കാനും അതേപോലെ ജില്ലാ ആസ്ഥാനങ്ങൾ കാണിക്കാനും. തലസ്ഥാനത്തെ കാണിക്കാനാണെങ്കിൽ ഒരു സ്റ്റാർ വരച്ചിട്ട് അതിനൊരു കുഞ്ഞു ബോക്സിൻ്റെ ഉള്ളിലാക്കാം അല്ലേ, അതാണ് തലസ്ഥാനത്തിൻ്റെ ചിഹ്നം. എന്നാൽ ജില്ലാ ആസ്ഥാനമാണെങ്കിൽ ഒരു ഡോട്ടാണ്, ഒരു കറുത്ത ഡോട്ടാണ് ജില്ലാ ആസ്ഥാനത്തെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ അതേപോലെ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് ഏത് രാജ്യവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? നേപ്പാളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. കൂടാതെ 8 സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനം നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, പിന്നെ ബീഹാർ, രാജസ്ഥാൻ, ഇങ്ങനെ 8 സംസ്ഥാനങ്ങളുമായിട്ടും പ്ലസ് നമ്മുടെ ഡൽഹി യൂണിയൻ ടെറിട്ടറി ആയിട്ടും കൂടി അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്തകല കഥകാണ്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണെന്നാണ് അല്ലേ ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ആയതുകൊണ്ട് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വാസ്കോഡ ഗാമയുടെ ആ സഞ്ചാരപാത 1498 മെയ് 20 നമ്മുടെ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ സഞ്ചാരപാതയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരിട്ട് കേരളത്തിൽ എത്തല്ല, അതിന് പകരം എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു? ആദ്യം ആഫ്രിക്കയിൽ വന്ന് എവിടെയാണ് ഇറങ്ങിയത്? മലിന്തി തുറമുഖം അല്ലേ. മലിന്തി തുറമുഖത്ത്, ആഫ്രിക്കയിലെ മലിന്തി എന്ന് പറഞ്ഞ തുറമുഖത്തെത്തി. പിന്നെ അവിടെ നിന്നും അവിടുത്തെ നാവികരുടെയൊക്കെ സഹായത്തോടു കൂടി മൺസൂൺ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തിയത്. അദ്ദേഹം സഞ്ചരിച്ചത് ഏതൊക്കെ സമുദ്രത്തിൽ കൂടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടിയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടിയാണ് അദ്ദേഹം സഞ്ചരിച്ച് എവിടെ എത്തിയത്? കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ സമയം കളയല്ല, നമുക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ളതാണ്. ജനങ്ങളാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ളത്. ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അടങ്ങിയിട്ടുള്ള ഒരു പാർലമെന്റ്. പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല. അതിനുശേഷം പിന്നെ കുറെ പത്രവാർത്തകളും ഇതൊക്കെ കൊടുത്തിട്ട് കുട്ടികളോട് ഡിസ്കസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്നും വേണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് പറയാം. അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം അല്ലെ. ഒന്നില്ലെങ്കിൽ ജനങ്ങൾ നേരിട്ടിട്ട് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. നമുക്കത് അറിയുന്ന കാര്യമാണ്.
ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഉള്ളത്. നമുക്കറിയാലോ, ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഉള്ളത്. ഒന്നാമത്തത് ഗ്രാമപഞ്ചായത്ത്, അതിന് തൊട്ടുമുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയുന്ന കാര്യമില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അല്ലേ. ആരാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണമെന്നുള്ള റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് അല്ലെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല സംവിധാനം വേണമെന്ന് പറഞ്ഞത്. എന്നാൽ രണ്ട് തലത്തിലുള്ള ദ്വിതല സംവിധാനം പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റിയാണ്. നമുക്കതൊന്നും ഇവിടെ പഠിക്കാനില്ല. നമുക്ക് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഇതിനൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഡീപ്പായി പഠിക്കണം. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കും. എങ്കിലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നുള്ള റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചത് ബൽവന്ത് റായ് മേത്തയും, ദ്വിതലം രണ്ട് തലത്തിലുള്ള സംവിധാനം എന്നുള്ളത് മുന്നോട്ട് വെച്ചത് അശോക് മേത്തയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ത്രിതല സംവിധാനമാണല്ലേ ഉള്ളത്. ഏതൊക്കെയാണ്? ഏറ്റവും അടിയിൽ ഗ്രാമപഞ്ചായത്ത്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. നഗരങ്ങളിലാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ്. അടുത്തതായിട്ട് നമുക്കവിടെ ബോക്സിൽ എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും മഹാത്മാഗാന്ധിജി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള രണ്ട് സെന്റൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം. ദുർബലനും ശക്തനും തുല്യമായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം. അവൻ ശക്തനാണ്, അതുകൊണ്ട് അവന് അവസരം കൊടുക്കണ്ടെന്നില്ല. ഇവൻ ദുർബലനാണ്, ഇവന് കൂടുതൽ അവസരം കൊടുക്കാന്നില്ല. ദുർബലനും ശക്തനും ഒരേപോലെ തുല്യ അവസരം ഉണ്ടായിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം വാചകങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് വളരെ ഇഷ്ടമാണ്. മുമ്പത്തെ SCRTയിലും ഒരുപാട് ഇത്തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ട് അല്ലേ. നമ്മുടെ ഗാന്ധി തന്നെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും കാര്യം നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ആലോചിക്കുക. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ഇതും ഗാന്ധി തന്നെയാണല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പൊ ഇത്തരത്തില് പല സെന്റൻസുകൾ, പല വാചകങ്ങളും നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതും ശ്രദ്ധിച്ചിരിക്കുക. ഗാന്ധിജി പറഞ്ഞത്, ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. എബ്രഹാം ലിങ്കൺ എന്താണ് പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അതിനുശേഷം ജനാധിപത്യത്തിന്റെ വേരുകൾ തേടി, അതായത് ഏറ്റവും ആദ്യം ജനാധിപത്യം എവിടെയാണ് ഉടലെടുത്തത്? നമുക്കറിയാം അല്ലെ, ഗ്രീസിലാണ്. ഗ്രീസിൽ ഏതൻസിലാണ്. എന്നാൽ ഇന്നത്തെ പോലുള്ള ജനാധിപത്യമാണോ അന്ന് നിലനിന്നിരുന്നത്? അല്ല അല്ലെ. ഇന്നത്തെ പോലുള്ള ഒരു തരത്തിലുള്ള ജനാധിപത്യം ആയിരുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതായിരിക്കാം, പക്ഷെ ജനങ്ങൾക്ക് തുല്യമായിട്ടുള്ള വോട്ടവകാശമോ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണനയോ ഒന്നും അന്ന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇന്നത്തെ ജനാധിപത്യം ആയിരുന്നില്ല ഗ്രീസിലെ ഏതൻസിൽ ഉണ്ടായിരുന്നത്. എങ്കിലും ജനാധിപത്യത്തിന്റെ ആദ്യത്തെ രൂപം എവിടെയാണ് രൂപം കൊണ്ടത്? അത് ഏതൻസിലാണ്, ഗ്രീസിലെ ഏതൻസിലാണ്. ആ ടേബിൾ ബോക്സ് ഞാനൊന്ന് വായിക്കാം. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല. എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചിരുന്നില്ല. എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഗ്രീസിലെ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ്.
നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ജനാധിപത്യത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ കടമെടുത്തിട്ടുള്ളത്. പാർലമെന്ററി സംവിധാനമാണെങ്കിലും ബൈ ക്യാമറലിസം, മണ്ഡല സഭയാണെങ്കിലും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങളെല്ലാം രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യവും തെരഞ്ഞെടുത്തുള്ള ഒരു പാർലമെന്റ് രൂപീകരിക്കുക അല്ലെ, തെരഞ്ഞെടുത്തിട്ട് ഒരു പാർലമെന്റ് രൂപീകരിക്കുക, അതിനുശേഷം ആ പാർലമെന്റിലുള്ള ജനപ്രതിനിധികളുടെ ഭരണം, ഇത് മൂന്നും എവിടെ നിന്ന് തന്നെയാണ്? ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെയാണ് രൂപം കൊണ്ടത്. അപ്പൊ തെരഞ്ഞെടുപ്പും രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. തെരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധികളുടെ കൂട്ടായ്മ, അതായത് പാർലമെന്റ് എന്നുള്ള സംവിധാനവും നമ്മളെന്നല്ല ഇംഗ്ലണ്ടിലാണ് രൂപം കൊണ്ടത്. അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭരണം എന്നുള്ളതും ഇംഗ്ലണ്ടിൽ നിന്നാണ് രൂപം കൊണ്ടത്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ആരാണ് ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ഗ്രീസിലാണ് അല്ലെ ഡെമോക്രസി, ജനാധിപത്യം ഉദയം പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രീക്കിലെ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ മുമ്പത്തെ SCERT പഠിച്ചിട്ടുണ്ടല്ലോ. ഡെമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ക്രാറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം എന്നുമാണ് അർത്ഥം. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം എന്നുമാണ് അർത്ഥം. അപ്പൊ ഡെമോക്രാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം. ആ വാക്കിൽ നിന്നാണ്, ഈ രണ്ട് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്നുള്ള പദം ഉടലെടുത്തത്. ഈ പദം ആദ്യമായിട്ട് ആരാണ് ഉപയോഗിച്ചത്? ഹെറോഡോട്ടസ് ആണ്. അപ്പൊ ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ചരിത്രകാരനാണ്. ഡെമോക്രസി എന്നുള്ളത് ഡെമോസ് എന്നുള്ള പദത്തിൽ നിന്നും ക്രാറ്റോസ് എന്നുള്ള പദവും കൂടി ചേർന്നിട്ടാണ് രൂപം കൊണ്ടത്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം എന്നുമാണ് അർത്ഥം. ഇത് രണ്ടും എന്താണ്? ഗ്രീക്ക് പദങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രാമസഭകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഗ്രാമസഭകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഗ്രാമസഭകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഗ്രാമസഭയിൽ ആരാണ് അംഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ സാധിക്കും? വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും, ഒരു വാർഡിലെ എല്ലാവരും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഗ്രാമസഭയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി ഒരു ഫോമും പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ, ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ വാർഡിലെ ഗ്രാമസഭയിൽ അംഗമാണ്. അതേപോലെ തന്നെ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അല്ലെ. ഒരു ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. എന്നാൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത് ആരാണ്? അത് ആ വാർഡിലെ മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത്. അദ്ദേഹം 3 മാസം കൂടുമ്പോൾ ഗ്രാമസഭ നിർബന്ധമായിട്ടും വിളിച്ചു കൂട്ടണം. 3 മാസം കൂടുമ്പോൾ അദ്ദേഹം ഗ്രാമസഭ വിളിച്ചു കൂട്ടിയില്ല, അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടു. ഗ്രാമസഭ വിളിച്ചു കൂട്ടാൻ വേണ്ടി 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കി പുറത്താക്കാൻ നമുക്ക് ആരോട് പറയാം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമുക്ക് പറയാം. ആർക്ക് വേണമെങ്കിലും പറയാം. കാരണം 3 മാസം കൂടുമ്പോൾ ഗ്രാമസഭ കൂടണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ 3 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഗ്രാമസഭ കൂടുന്നതിൽ 3 തവണ അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റും. വാർഡ് മെമ്പറെ പിടിച്ച് പുറത്താക്കാൻ സാധിക്കും. അപ്പോൾ വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത്. 3 മാസത്തിൽ ഒരിക്കൽ വിളിച്ചു കൂട്ടണം. അപ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ വിളിച്ചു കൂട്ടണം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര തവണ ചേരണം? ഗ്രാമസഭ ചേരണം 4 പ്രാവശ്യം അല്ലേ. 12 മാസമല്ലേ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പം 3 മാസം കൂടുമ്പോൾ വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. ഒരു പ്രദേശത്തിന്റെ ഭരണകാര്യങ്ങളിലും വികസന കാര്യങ്ങളിലെല്ലാം എല്ലാ ജനങ്ങൾക്കും, ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനമെടുക്കാനും അവസരം ലഭിക്കുന്ന ഒരു വേദിയാണ് ഗ്രാമസഭ എന്നുള്ളത്. ഗ്രാമസഭ ഉണ്ടെന്നുള്ള കാര്യം നമ്മളെ നോട്ടീസിലൂടെ നിർബന്ധമായിട്ടും വാർഡ് മെമ്പർ അറിയിച്ചിരിക്കണം. കാരണം എന്താണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആ പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയകളിൽ പങ്കെടുക്കാനുള്ള
തീരുമാനമെടുക്കാനുമുള്ള ഒരു അവസരമാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ ഉള്ളൊരു അവസരമാണ് ഗ്രാമസഭ എന്നുള്ളത്. കാരണം ആ ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ പിന്നീട് എവിടേക്ക് പോകാം, ഗ്രാമപഞ്ചായത്തിലേക്ക് പോകാം. ഗ്രാമസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അല്ലെങ്കിൽ മുൻഗണനകൾ, നമ്മുടെ ഒരു പ്രദേശത്ത് നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമസഭയിൽ മുൻഗണന നിശ്ചയിക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ എവിടെ വാഴിവിളക്കുകൾ സ്ഥാപിക്കണം, എവിടെ പൊതു ടാപ്പ് കുടിവെള്ള പൈപ്പുകൾ എവിടെയൊക്കെ സ്ഥാപിക്കണം, കിണറുകൾ എവിടെയൊക്കെ സ്ഥാപിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഗ്രാമത്തിന്റെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മുൻഗണന നിശ്ചയിക്കാൻ ഗ്രാമസഭയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ മുൻഗണന നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പഞ്ചായത്ത് വഴി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ എന്താണ് കോഴി അതല്ലേ മുട്ടക്കോഴിനെയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെയൊക്കെ ആട്, നമ്മുടെ പശു, അത്തരത്തിലുള്ള വളർത്തു മൃഗങ്ങളെയൊക്കെ പഞ്ചായത്ത് വഴി ലഭിക്കും. ഇങ്ങനെ പഞ്ചായത്ത് വഴി ആർക്കൊക്കെയാണ് നൽകേണ്ടത്, ഇപ്പൊ കുറ്റിക്കുരുമുളക്, അതേപോലെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ എന്ത് വഴി നടപ്പിലാക്കുന്നുണ്ട്, പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഗുണഭോക്താക്കൾ ആർക്കൊക്കെയാണ്, ആ വാർഡിലെ ആർക്കൊക്കെയാണ് ഇത് നൽകേണ്ടത്, ആരൊക്കെയാണ് ഇതിൽ അർഹരായിട്ടുള്ളവർ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ ഗ്രാമസഭകളിൽ വെച്ചിട്ടാണ്. ഗുണഭോക്താക്കളെ തീരുമാനിക്കുന്നതും മുൻഗണന നിശ്ചയിക്കുന്നതുമെല്ലാം ഗ്രാമസഭകളിൽ വെച്ചിട്ടാണ്. ഗ്രാമസഭ നിശ്ചയിച്ചിട്ടുള്ള ഈ മുൻഗണനയ്ക്ക് അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ പട്ടികയിലൊന്നും ഒരിക്കലും ഗ്രാമപഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. അപ്പൊ അത്രത്തോളം പവറാണ് അല്ലെ ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലെ ഒരു പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും ഭരണകാര്യങ്ങളിലും ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാനുള്ള ഒരു അവസരമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും 3 മാസത്തിൽ ഒരിക്കൽ വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിരിക്കണം. അദ്ദേഹം അങ്ങനെ വിളിച്ചു കൂട്ടാൻ 3 പ്രാവശ്യം അടുപ്പിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, മറ്റു കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ 3 തവണ അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാം. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നത്. മറ്റേ ബാക്കി നിയമസഭയാണെന്നുണ്ടെങ്കിലും ലോകസഭയാണെന്നുണ്ടെങ്കിലും രാജ്യസഭയാണെങ്കിലും അതുപോലെ പ്രസിഡന്റിന്റെ ഒക്കെ ഇലക്ഷനും ആരാണ്, അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അപ്പൊ ഈ വാർഡ് മെമ്പറെ അയോഗ്യനാക്കാൻ ആരോടാണ് പറയേണ്ടത്, നമ്മൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് പറയേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നഗരങ്ങളിൽ ഗ്രാമസഭ എന്നല്ല അറിയപ്പെടുക, വാർഡ് സഭ എന്നാണ് അറിയപ്പെടുക. നഗരങ്ങളിലെ ഗ്രാമസഭകള് എന്ത് പേരിലാണ് അറിയപ്പെടുക, വാർഡ് സഭ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇനി അടുത്തതായിട്ട് ജനാധിപത്യത്തെ തന്നെ നമുക്ക് 2ആയി തിരിക്കാൻ പറ്റും അല്ലെ, പ്രത്യക്ഷ ജനാധിപത്യം എന്നും പരോക്ഷ ജനാധിപത്യം എന്നും. നിങ്ങൾക്ക് അറിയായിരിക്കും പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ജനങ്ങളാണ് നടപ്പാക്കുന്നത്. അതായത് ജനങ്ങൾ നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. നിയമനിർമ്മാണമാണെങ്കിലും ബാക്കി എന്ത് കാര്യത്തിലും ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യമാണ്. ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം ലഭിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ പങ്കാളിത്ത ജനാധിപത്യം എന്നും പറയും, പ്രത്യക്ഷ ജനാധിപത്യം എന്നും പറയും. എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഇത്തരത്തിൽ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും നിയമനിർമ്മാണം നടത്തുന്നതും എന്നുണ്ടെങ്കിൽ അതിനെ പറയാ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്നാണ് പറയുക. കാരണം അവിടെ ജനങ്ങൾ നേരിട്ടല്ല ഭരണം നടത്തുന്നത്, ജനങ്ങൾ നേരിട്ടല്ല നിയമനിർമ്മാണം നടത്തുന്നത്. പകരം ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതും നിയമങ്ങൾ നിർമ്മിക്കുന്നതും. അതുകൊണ്ട് ആ ജനാധിപത്യത്തെ നമ്മൾ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്നാണ് പറയാ. നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യയിൽ പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യമാണ് ഉള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്താണ്, നമ്മുടെ ഇവിടെ ജനസംഖ്യ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടല്ലേ, ഇവർക്ക് എല്ലാവർക്കും നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം നൽകുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ? ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ജനസംഖ്യ കൂടുതലുള്ള അതുപോലെ വലിയ രാജ്യങ്ങൾ, വിസ്തൃതമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നും തന്നെ പ്രത്യക്ഷ ജനാധിപത്യം പോസിബിൾ അല്ല.
അങ്ങനത്തെ രാജ്യങ്ങളിലെല്ലാം പരോക്ഷ ജനാധിപത്യം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും, ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും എല്ലായിടത്തും ജനാധിപത്യം നിലനിൽക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിലും പരോക്ഷ ജനാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് പ്രത്യക്ഷ ജനാധിപത്യം ഉള്ളൂ. അതിലൊന്ന് സ്വിറ്റ്സർലാൻഡ് ആണ്. നമുക്ക് എപ്പോഴും തരുന്ന എക്സാമ്പിൾ സ്വിറ്റ്സർലാൻഡ് ആണ് അല്ലെ. സ്വിറ്റ്സർലാൻഡ്, അതേപോലെ തന്നെ ഉറുഗേ ഉണ്ട്, പിന്നെ തായ്വാന്, തായ്വാൻ, ഇവിടെയൊക്കെ പ്രത്യക്ഷ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നിയമം നിർമ്മിക്കുകയാണ്, ആ നിയമം നിർമ്മിക്കാനുള്ള കരട് സമർപ്പിക്കുന്നത് ജനങ്ങളാണ്. അതായത് ജനങ്ങൾ പറയാണ് ഇത്തരത്തിലൊരു നിയമം നമുക്ക് വേണം, നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കണമെന്ന് ജനങ്ങളാണ് അവിടെ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണ്, നമ്മൾ ജനങ്ങളാണോ പറയുന്നത് ഇന്നൊരു നിയമം വേണം, നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം വേണം, അല്ലെങ്കിൽ മറ്റേ കർഷക ബില്ല്, അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കണം എന്ന് ജനങ്ങളാണോ പറയുന്നത്? അല്ലല്ലോ. അതാരാണ് തീരുമാനമെടുക്കുന്നത്? ഭരിക്കുന്നവരാണ് അല്ലെ തീരുമാനമെടുക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികളാണ് തീരുമാനമെടുക്കുന്നത്, ഒരിക്കലും നമ്മളല്ല. പക്ഷെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കാനുള്ള കരട് സമർപ്പിക്കുന്നത് ജനങ്ങളാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു നിയമം നിർമ്മിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി നല്ല രീതിയിൽ ഭരണം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ, അതായത് സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ അവർക്ക് അവരെ തിരിച്ചു വിളിക്കാൻ പറ്റും. റീകോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ തെരഞ്ഞെടുത്തു, പക്ഷെ അയാൾ പറഞ്ഞ രീതിയിലൊന്നും ഭരണം നടത്തുന്നില്ല, അയാളെ ഭരണം വളരെ മോശമാണെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കാം, റീകോൾ ചെയ്യാനുള്ള ഓപ്ഷൻ പ്രത്യക്ഷ ജനാധിപത്യത്തിലുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനത്തെ ഒരു ഇതില്ല അല്ലെ. പിന്നെന്ത് വേണം? പ്രതിപക്ഷം അവിശ്വാസ പ്രമേയമൊക്കെ പാസ്സാക്കണം. അവിശ്വാസ പ്രമേയമൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ അത് പാസ്സാവാണെങ്കിൽ പുറത്താക്കും. അല്ലാതെ നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുമോ പരോക്ഷ ജനാധിപത്യത്തിൽ? ഒരിക്കലും പറ്റില്ല അല്ലെ. കാരണം എന്താണ്? ഒരുപാട് ചെലവാക്കിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ചെലവ് എന്ന് പറയുന്നത് നിസ്സാര ചെലവാണോ? ഒരിക്കലല്ല അല്ലെ. അതിനുവേണ്ടി എന്തോരം ഉദ്യോഗസ്ഥരുടെ സമയമാണ്, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരുപാട് സമയം ഇതിനു വേണ്ടി കളയുന്നുണ്ട്. പിന്നെ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് ഒരു ഇലക്ഷൻ നടത്തുന്നത്. പിന്നെ വീണ്ടും ഒരു തിരിച്ചു വിളിക്കുക, വീണ്ടും ഒരു ഇലക്ഷൻ നടത്താന്നൊക്കെ പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു ഇത്ര ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് ഒട്ടും സ്വാഭാവികമായിട്ടുള്ള ഒട്ടും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമ്മൾ പരോക്ഷ ജനാധിപത്യമാണ് പിന്തുടരുന്നത്. അതേപോലെ തന്നെ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജനഹിത പരിശോധന എന്നുള്ളത്. അതായത് ഇപ്പോൾ പൊതു താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വരാണ്, അല്ലെങ്കിൽ വളരെ ഒരു തർക്കം നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം വരാണെന്നുണ്ടെങ്കിൽ അതിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ സാധിക്കും. ജനഹിത പരിശോധന നടപ്പിലാക്കാനും അതനുസരിച്ച് തീരുമാനമെടുക്കാനും എന്തിൽ പറ്റും? പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പറ്റും. പക്ഷെ പരോക്ഷ ജനാധിപത്യത്തിൽ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അതിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാറുണ്ടോ? വീണ്ടും ഇത്രയധികം ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതും സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് പറഞ്ഞത്? നമ്മൾ ഒന്ന് തിരിച്ചു വിളിക്കാൻ സാധിക്കും, റീകോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. മറ്റൊന്ന്, അവര് ഒരു നിയമം മുന്നോട്ട് വെക്കുന്നത് ആരാണ്, ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ്? അത് ജനങ്ങളാണ് ഒരു നിയമത്തിനുള്ള കരട് സമർപ്പിക്കുന്നത്, ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അതേപോലെ തന്നെ ജനഹിത പരിശോധന എന്നുള്ളത്, അതൊക്കെ നമ്മുടെ റഫറൻഡം അല്ലെ, അതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒരു ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ റോൾ അവിടെ അവസാനിച്ചു. പിന്നെ ജനങ്ങൾക്ക് ഒരു റോളും ഇല്ല. പിന്നെ അവിടെ ഭരണം നടത്തുന്നത് ആരാണ്? അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നതും ഭരണം നടത്തുന്നതും. അതാണ് പരോക്ഷ ജനാധിപത്യം. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് അവിടെ ഇത് താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് സാധ്യമാകുക. എന്നാൽ പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു അല്ലെ. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികളാണ് തീരുമാനമെടുക്കുന്നതും നിയമങ്ങൾ നിർമ്മിക്കുന്നതും ഭരണം നടപ്പിലാക്കുന്നതും. അതുപോലെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും വിസ്തൃതി കുറഞ്ഞ ചെറിയ രാജ്യങ്ങളിലാണ് നടപ്പാക്കാൻ സാധിക്കുക. എന്നാൽ പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത് കുറച്ചും കൂടി വലിയ രാജ്യങ്ങളിലെല്ലാം പരോക്ഷ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ഡിഫറൻസ്, നമ്മൾ ഈ പറഞ്ഞ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഓരോരുത്തർ ജനഹിത പരിശോധന നടത്തിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ അത് സ്വാഭാവികം, അത് ഇതല്ല, പോസിബിൾ അല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പട്ടികപ്പെടുത്താൻ സാധിക്കും.
പിന്നെ അതുപോലെ തന്നെ കേരള നിയമസഭയെ കുറിച്ച് അവിടെ നൽകിയിട്ടുണ്ട്. കേരള നിയമസഭ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് അല്ലെ. കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് കേരള നിയമസഭയാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്നുള്ളത്. കേരള നിയമസഭയുടെ ആസ്ഥാനം എവിടെയാണ്? അത് അറിയാത്ത ആരും ഉണ്ടാവില്ല. നിയമസഭയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. തിരുവനന്തപുരത്താണ് കേരള നിയമസഭയുടെ ആസ്ഥാനം. ഇനി കേരള നിയമസഭ രൂപം കൊണ്ടെന്ന് പറയണമെങ്കിൽ 1957 കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് 1957 ഏപ്രിൽ 27 നമ്മളിവിടെ ആദ്യമായിട്ട് നിയമസഭ സമ്മേളിക്കുന്നത്. ആദ്യത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27 അതുകൊണ്ട് തന്നെ ഏപ്രിൽ 27 നമ്മൾ നിയമസഭാ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു ദിനം പറഞ്ഞില്ലേ, ദേശീയ കൈത്തറി ദിനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. സ്വദേശി പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ സ്മരണയ്ക്ക് നമ്മൾ ഓഗസ്റ്റ് 7 2015 തൊട്ടിട്ട് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനമാണ് ഏപ്രിൽ 27 എന്ന് പറയുന്നത്. 1957 ഏപ്രിൽ 27 ആദ്യമായിട്ട് കേരള നിയമസഭ സമ്മേളിച്ചത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 27 നമ്മൾ നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 1957 ഏപ്രിൽ 27 നിയമസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. പക്ഷെ നമ്മുടെ നിയമസഭയ്ക്ക് കുറച്ച് മുൻഗാമികളുണ്ട്. അതായത് നമ്മളുടെ നിയമസഭ നിയമനിർമ്മാണ സഭയാണ് അല്ലെ. ഇതിനു മുമ്പും പലതരത്തിലുള്ള നിയമനിർമ്മാണ സഭകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് 1888 സ്ഥാപിതമായിട്ടുള്ള തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1888 ആ ഡേറ്റ് വർഷം വളരെയധികം പ്രാധാന്യമുള്ളൊരു വർഷമല്ല. എല്ലാവരുടെ മൈൻഡിലും കുറിച്ചിട്ട വർഷമായിരിക്കുമല്ലോ അത്. 1888 എന്താണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അല്ലെ. അരുവിപ്പുറം നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1888 എന്നുള്ളത്. അപ്പൊ അന്നാണ് 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഇതിന് മുൻപുള്ളതാ ഒരു നിയമനിർമ്മാണ സഭയാണ്. അതിനുശേഷം 1904 ശ്രീമൂലം പ്രജാസഭ. 1904 ശ്രീമൂലം പ്രജാസഭ. പിന്നെ അതിനുശേഷം നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയും കൂടി സംയോജിപ്പിച്ചു 1949. അപ്പൊ 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരള നിയമസഭയ്ക്ക് മുൻപ് നമുക്ക് 3 നിയമനിർമ്മാണ സഭകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? പൊതുവായിട്ടുള്ളതല്ലെങ്കിലും 3 നിയമനിർമ്മാണ സഭ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരള നിയമസഭയുടെ മുൻഗാമികളാണ് ഇവരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോക്സിൽ നൽകിയിരിക്കുകയാണ് അവർ. ബോക്സിൽ നൽകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCക്കാരോട് ശ്രദ്ധിച്ചോളാനാണ് SCERT പറയുന്നത്. അപ്പൊ എന്നാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്? 1888. എന്നാണ് ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചത്? 1904. എന്നാണ് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്? 1949. ഇതിനെല്ലാം ശേഷം 1957 ഏപ്രിൽ 27 കേരള നിയമസഭ ആദ്യമായിട്ട് സമ്മേളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 27 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത് അവിടെ. ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 6 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം ജനാധിപത്യത്തിന്റെ ആ വാക്കിൽ തന്നെയുണ്ട്, ജനങ്ങളുടെ ആധിപത്യം അല്ലെ. ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം. അതായത് ജനങ്ങൾക്കാണ് പരമാധികാരം. ജനാധിപത്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ജനങ്ങൾക്കാണ് പരമാധികാരം. ജനങ്ങൾക്കാണ് പരമാധികാരം. ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്തും ചെയ്യാന്നാണോ? അല്ല അല്ലെ. കാരണം ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് അല്ലെ, ഒരു നിയമവാഴ്ചയുണ്ട്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു നിയമവാഴ്ച, അതും ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഒന്നാമത്തെ ജനങ്ങളുടെ ആധിപത്യം, അതായത് ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. എന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് എന്തും ചെയ്യാന്നല്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാവർക്കും എന്താണ് നിയമവാഴ്ച എന്നുള്ളൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ നിയമവാഴ്ചയാണ് രണ്ടാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത നിയമവാഴ്ച, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ജനങ്ങൾ പരമാധികാരികളാണെങ്കിലും ജനങ്ങളല്ലല്ലോ ജനങ്ങളല്ലല്ലോ ഭരണം നടത്തുന്നത്. പിന്നെ ആരാണ്?
തെരഞ്ഞെടുക്കുന്നവരാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മൂന്നാമത്തെ പ്രത്യേകതയാണ്, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷവും ഉണ്ടായിരിക്കും. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷവും അവിടെ ഉണ്ടായിരിക്കും. അതാണ് നാലാമത്തത്. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ നമ്മളുടെ സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഇങ്ങനെ 6 ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ. നിങ്ങൾ തന്നെ മനസ്സിൽ ഓർത്തോക്കി കിട്ടുന്നുണ്ടോന്ന്? ജനാധിപത്യത്തിന്റെ 6 പ്രത്യേകതകൾ. ഒന്നാമത്തത് ജനങ്ങളുടെ ആധിപത്യം, അതായത് ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് വെച്ച് ജനങ്ങൾക്ക് എല്ലാം ചെയ്യാന്നല്ല ഇവിടെ നിയമവാഴ്ചയുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത നിയമവാഴ്ച. ഇനി ജനങ്ങൾക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളാണോ ഭരണം നടത്തുന്നത്? അല്ല, തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ, ഒരു പ്രതിപക്ഷവും കൂടിയും ഉണ്ടായിരിക്കും. എന്തിനാണ് പ്രതിപക്ഷം? ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം. പിന്നെ ഇവരെല്ലാവരെയും നോക്കാനും നിയന്ത്രിക്കാനും വേണ്ടി 2 കാര്യം അപ്പുറത്ത് എക്സ്ട്രാ ഉണ്ട്. ഒന്ന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, പ്ലസ് സ്വതന്ത്രമായിട്ടുള്ള ഒരു വാർത്താ മാധ്യമങ്ങളും ഉണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയും സ്വതന്ത്രമായ വാർത്താ മാധ്യമങ്ങളും ഉണ്ട്. അപ്പൊ ഈ 6 പോയിന്റ് കിട്ടിയോ? ഒന്നാമത്തത് ജനങ്ങൾക്കാണ് പരമാധികാരം, രണ്ടാമത്തത് നിയമവാഴ്ച, മൂന്നാമത്തത് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, നാലാമത്തത് ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം, അഞ്ചാമത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ, ആറാമത്തത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. അപ്പൊ ഈ 6 പോയിന്റാണ് നമ്മളുടെ എന്തിന്റെ പ്രത്യേകത? ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? എന്ത് ബേസിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിസിലാണ് അല്ലെ. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിൽ, അല്ലെങ്കിൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയും. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം, അതായത് 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. അപ്പൊ 21 വയസ്സായിരുന്നു ആദ്യം ഇവിടെ വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറയുന്നത്. 1989 രാജീവ് ഗാന്ധി 61ാമത്തെ അമെൻമെന്റിലൂടെയാണ് ഈ 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സാക്കി മാറ്റിയത്. അപ്പൊ എത്രാമത്തെ അമെൻമെന്റിലൂടെയാണ്? 21 അല്ലെ. 21 എന്നുള്ളത് മാറ്റിയത് 61ാമത്തെ അമെൻമെന്റ്, 21 മാറ്റിയത് 61ാമത്തെ അമെൻമെന്റ്, 21 മാറ്റിയത് 61ാമത്തെ അമെൻമെന്റ്. അപ്പൊ 61ാമത്തെ അമെൻമെന്റിലൂടെയാണ് 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സാക്കി മാറ്റിയത്. 1989 ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർ വെങ്കിട്ട രാമനുമായിരുന്നു. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്, നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ PSC സ്ഥിരം ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പഠിച്ചു പോകാം. ആർട്ടിക്കിൾ 326 അല്ലെ. ആർട്ടിക്കിൾ 326 അഡൽട്ട് ഫ്രാഞ്ചൈസി അഥവാ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 324, 325, 326 ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ തന്നെയാണ്. ആർട്ടിക്കിൾ 324 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് തെരഞ്ഞെടുപ്പ് നടത്താനും അതിന് നിർദ്ദേശം നൽകാനും, തെരഞ്ഞെടുപ്പിനുള്ള നിർദ്ദേശം നൽകാനും അത് നിയന്ത്രിക്കാനും തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം വഹിക്കാനും എല്ലാം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം
എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 ഇതും PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗമാണ് അല്ലെ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ 2 കമ്മീഷണർമാരും അടക്കം മൊത്തത്തിൽ 3 അംഗങ്ങളാണ്. ഈ 3 പേരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവറുള്ള ഒരു പോസ്റ്റാണ് അല്ലെ. കാരണം രാജ്യത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നവരാണ് അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ 3 പേരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവരുടെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വർഷമാണ്. കാലാവധി 6 വർഷമാണ്. 3 അംഗങ്ങളാണ് ഉള്ളത്. 3 പേർക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയും എന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ 3 പേർക്കും അവർക്ക് തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഇനി അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നമുക്ക് എലക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ അംഗങ്ങൾ പോരാ അല്ലേ. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് എലക്ഷൻ നടത്താൻ പറ്റും. കാരണം രാജ്യത്ത് മൊത്തമായിട്ട് എന്ത് വേണം, എലക്ഷൻ നടത്തണം. അപ്പം എന്താണ് ചെയ്യുക, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ ആർക്ക് വിട്ടുകൊടുക്കും? തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എത്ര അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി എത്ര ഉദ്യോഗസ്ഥരെ വേണം എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിയെ അറിയിക്കും. അതിനനുസരിച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിനായിട്ട് വിട്ടു നൽകുകയാണ് ചെയ്യുക. അപ്പോൾ അതും അവിടെ മനസ്സിലാക്കി വെക്കുക. ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഘട്ടം. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും എല്ലാതും പിന്നെ അതിനുശേഷം വരുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്ക് സംശയം വരും. കാരണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നിയമിക്കാൻ മിക്കപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായതിനു ശേഷമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ. അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ് അല്ലെ. 2 ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 324 പറഞ്ഞു, 326 പറഞ്ഞു. 324 എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനിടയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 325. അതും PSC ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 325 നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാം. അതായത് ആർട്ടിക്കിൾ 325 നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മതം, വംശം, ജാതി, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ പഠിക്കുക അല്ലെ. ജാതിയുടെയോ മതത്തിന്റെയോ വംശത്തിന്റെയോ അല്ലെങ്കിൽ ലിംഗഭേദത്തിന്റെയോ പേരിൽ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 325 പറയുന്നത്. നമ്മളത് ഇത്തിരിയും കൂടി ഡീപ്പായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ആർട്ടിക്കിൾ 325 ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, ഓരോ പ്രാദേശിക നിയോജക മണ്ഡലത്തിലും ഒരു വോട്ടർ പട്ടികയുണ്ട്. ഓരോ പ്രാദേശിക നിയോജക മണ്ഡലത്തിലും നമുക്കറിയാലേ, നിയോജക മണ്ഡലങ്ങളായിട്ട് തരം തിരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടത്തുന്നത്. കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു വോട്ടർ പട്ടികയുണ്ടെന്ന് പറയുന്നു. ഒരു സംസ്ഥാനത്തിന്റെ പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭകളിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ഈ വോട്ടർ പട്ടിക ഉപയോഗിക്കുന്നു. അപ്പോൾ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒരു പൊതു വോട്ടർ പട്ടികയുണ്ട്. ഈ വോട്ടർ പട്ടികയാണ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കും ഉപയോഗിക്കുന്നത്. ഇനി ഈ വോട്ടർ പട്ടികയിൽ പേര് നൽകാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ മതം, ജാതി, വർഗം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ആർട്ടിക്കിൾ 325 പൂർണ്ണമായിട്ടും പറയുന്നത്. അപ്പൊ ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു പൊതു വോട്ടർ പട്ടികയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കോ അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കോ ഈ പൊതു വോട്ടർ പട്ടിക ഉപയോഗിക്കാവുന്നതാണ്. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ ജാതി, മതം, വർഗം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ നിഷേധിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ ആർട്ടിക്കിൾ 325 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ 3 ആർട്ടിക്കിളും അവിടെ കൃത്യമായി മനസ്സിലാക്കി വെക്കാം.
നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും PSCക്ക് റിപ്പീറ്റ് നമ്മളുടെ ഉദ്ദേശം ജോലിയാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ ഈ കാര്യം ഓർക്കുക, 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് മാറ്റിയത്. 61ാമത്തെ അമെന്റ്മെന്റ് വഴി 21 നിന്നും 18 മാറ്റി. വർഷം 1989 രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. പ്രസിഡന്റ് R വെങ്കിട്ടരാമനും ആയിരുന്നു. അടുത്തതായിട്ട് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ്. വിവിധ ഘട്ടങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഘട്ടം എന്താണ്? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അപ്പൊ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം എന്ത് നൽകാം? അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പറ്റും അല്ലെ. അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഉണ്ടായിരിക്കും. കാരണം യോഗ്യരായിട്ടുള്ളവരാണോ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സൂക്ഷ്മ പരിശോധനയാണ് അഞ്ചാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ് നാലാമത്തെ ഘട്ടം. ഇനി അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസരം കൂടി നൽകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ് അഞ്ചാമത്തെ ഘട്ടം. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലും കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വോട്ടെടുപ്പ് നടക്കുന്നു. വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അങ്ങനെ 8 സ്റ്റെപ്പുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 8 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ്. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമാണ്. മൂന്നാമത്തത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ്. നാലാമത്തത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ്. 5 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലും. ആറാമത്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഏഴാമത്തത് വോട്ടെടുപ്പ്. എട്ടാമത്തത് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. സിമ്പിൾ അല്ലേ? കിട്ടില്ലേ നിങ്ങൾക്ക്? ഇനി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ചിന്തിക്കാം. ഇനി തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? സിമ്പിളാണ്, നമുക്കെല്ലാം മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ളതാണ് അല്ലെ. തെരഞ്ഞെടുപ്പ് എന്തിനാണ് നടത്തുന്നത്? ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ ധർമ്മം ഗവൺമെന്റ് രൂപീകരിക്കലാണ്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് രൂപീകരിക്കാൻ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും തുല്യ അവസരം നൽകുക അല്ലെ. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെ നിയമിച്ചാൽ പോരെ. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ ധർമ്മം ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ളതും രണ്ടാമത്തെ ധർമ്മം എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതും വോട്ടർമാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളാണ്. മറ്റേ രണ്ട് ധർമ്മം നമുക്ക് സിമ്പിളാണ്, കിട്ടും അല്ലെ. ഗവൺമെന്റ് രൂപീകരിക്കുക, അതുപോലെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക. ബാക്കി 3 ധർമ്മങ്ങളും കൂടിയും ഒന്ന് നോക്കിയിരിക്കുക. അതായത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക, വോട്ടർമാരെ ബോധവൽക്കരിക്കുക. അപ്പൊ 5 ധർമ്മങ്ങൾ കിട്ടി. ഒന്നാമത്തത് ഗവൺമെന്റ് രൂപീകരിക്കുക, രണ്ടാമത്തത് എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക, മൂന്നാമത്തത് ജനാധിപത്യം ശക്തിപ്പെടുത്തുക, നാലാമത്തത് ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക, അഞ്ചാമത്തത് വോട്ടർമാരെ ബോധവൽക്കരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, നിയമസഭ എന്ന് വേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങൾ ഉണ്ടാവാം. 3 അംഗങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഉണ്ടാവുക. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പിന്നെ 2 കമ്മീഷണർമാരും അടക്കം 3 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. കാലാവധി 6 വർഷമാണ്. ഇവരുടെ 3 പേരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും. ഇവർ രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിക്കായിരിക്കും. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്ക് തന്നെയായിരിക്കും. നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടേക്ക് മാത്രമുള്ള ഇലക്ഷനാണ് നടത്തുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ. അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പിന്നെ അവിടെ നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് പൊതു കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മളുടെ വീട്ടിലും എല്ലായിടത്തും നമ്മൾ വീട്ടിലും ജനാധിപത്യം ഉണ്ടാവണം, അതുപോലെ വിദ്യാലയത്തിൽ, അതേപോലെ പൊതുസ്ഥലങ്ങളിലെല്ലാം ആ ജനാധിപത്യം ഉണ്ടെന്ന്. അതായത് വീട്ടിൽ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. അത് വിദ്യാലയത്തിലാണെങ്കിലും ഒരു ടൂർ പോകുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. അതേപോലെ പൊതുസ്ഥലങ്ങളിൽ പെരുമാറുമ്പോഴും നമ്മൾ ആ ജനാധിപത്യം പുലർത്തണം. ചിലവർ കണ്ടിട്ടുണ്ടാവും ബസ്സിലിരുന്ന് ഉറക്കെ സംസാരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അത്. അതേപോലെ തന്നെ വേസ്റ്റ് തോന്നിയ സ്ഥലത്ത് വലിച്ചെറിയുക. അപ്പൊ ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ്, നമ്മുടെ പൊതുസ്ഥലങ്ങളിലെ ജനാധിപത്യത്തെയും ഇല്ലാതാക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പൊതുസ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ പോലും ജനാധിപത്യം പുലർത്തണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് PSCയിൽ പഠിക്കാനുള്ളതല്ല, എങ്കിലും മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അവിടെ തീർന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കിവിടെ പഠിക്കാനുള്ളത് ആദ്യം പറഞ്ഞ ആ ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ എബ്രഹാം ലിങ്കന്റെയും ആ കോട്സ്, ആ സെന്റൻസ്, അവരുടെ ആ വാചകം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ജനാധിപത്യത്തിന്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ഗ്രീസിലെ ഏതൻസിലാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇന്നത്തെ രൂപം, ജനാധിപത്യത്തിന്റെ ഇന്നത്തെ രൂപം നമ്മളുടെ ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇതാണ് തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഭരണമാണെങ്കിലും ജനപ്രതിനിധികളുടെ ഭരണമാണെങ്കിലും തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, ജനപ്രതിനിധികളുടെ ഭരണം, ഇതെല്ലാം തന്നെ രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. പിന്നെ നമ്മുടെ ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നുമാണ് അർത്ഥം. പിന്നെ അതിനുശേഷം പ്രത്യക്ഷ ജനാധിപത്യത്തെ കുറിച്ചും പരോക്ഷ ജനാധിപത്യത്തെ കുറിച്ചും അതിന്റെ വ്യത്യാസങ്ങളും പറഞ്ഞു. അതിൽ പരോക്ഷ ജനാധിപത്യം നമുക്കറിയാം, ജനസംഖ്യയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജപ്പാന്, ജർമ്മനി, ഇന്ത്യ, അമേരിക്ക എല്ലായിടത്തും പരോക്ഷ ജനാധിപത്യമാണ്. പ്രത്യക്ഷ ജനാധിപത്യമുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കുക, സ്വിറ്റ്സർലാൻഡ് നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഉറുഗ്വേ, പിന്നെ തായ്വാൻ, അവിടെയൊക്കെ ഈ പരോക്ഷ ജനാധിപത്യമാണ്. പിന്നെ നമ്മൾ കേരള നിയമസഭയെ കുറിച്ച് പറഞ്ഞു. കേരള നിയമസഭ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27-നാണ്. അതുകൊണ്ട് ഏപ്രിൽ 27 നമ്മൾ നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മുടെ കേരള നിയമസഭയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ നിയമനിർമ്മാണ സഭകൾ ഉണ്ടായിരുന്നു. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, ആ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കണം. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. പിന്നെ നമ്മൾ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു. ജനങ്ങൾക്കാണ് പരമാധികാരം അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ പരമാധികാരം. എന്നാൽ എല്ലാ ജനങ്ങൾക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ ഒരു നിയമവാഴ്ചയുണ്ട്. പിന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, പ്രതിപക്ഷമുണ്ട്, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളുണ്ട്. അങ്ങനെ 6 ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ പറഞ്ഞത്. അതിനുശേഷം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താന്ന് പറഞ്ഞു. 1989 61ാമത്തെ അമെൻമെന്റിലൂടെയാണ് 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് മാറ്റിയത്. രാജീവ് ഗാന്ധി ആയിരുന്നു. ആ സമയത്ത് പ്രസിഡന്റ് R വെങ്കിട്ടരാമനും ആയിരുന്നു. അതോടൊപ്പം 3 ആർട്ടിക്കിൾ പറഞ്ഞു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടും, ആർട്ടിക്കിൾ 325 മതം, വംശം, ജാതി, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടം പറഞ്ഞപ്പോൾ 8 ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കല്, രണ്ടാമത്തത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം, മൂന്നാമത്തത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്, 4 പത്രികയുടെ സൂക്ഷ്മ പരിശോധന, 5 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, 6 തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും, 7 വോട്ടെടുപ്പും, 8 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളെ കുറിച്ചാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ ധർമ്മം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ധർമ്മം ഗവൺമെന്റ് രൂപീകരിക്കുക, രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക, മൂന്നാമത്തത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക, വോട്ടർമാരെ ബോധവൽക്കരിക്കുക, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക. ഇതൊക്കെയാണ്
നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് കൂടുതൽ സമയം ഇന്ന് എടുത്തു പോയി. കാരണം വേറെ ഒന്നല്ല, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്തു നിന്നും കൂടി വരുന്നത് കൊണ്ട് നമ്മൾ ഗ്രാമസഭ, പ്രത്യക്ഷം, പരോക്ഷ ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, അതുപോലെ ആർട്ടിക്കിളൊക്കെ കുറച്ചും കൂടി വൈഡായിട്ട് പറഞ്ഞു പോയ കാരണമാണ്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ തീർച്ചയായിട്ടും 2-3 ക്ലാസ്സുകൾ, 2-3 ചാപ്റ്റേഴ്സ് ഒരു ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ് അല്ലേ. എന്നാൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനാധിപത്യം ഇംഗ്ലണ്ടിൽ നിന്നാണ് രൂപം കൊണ്ടത്. ജനാധിപത്യം മാത്രമല്ല, തെരഞ്ഞെടുപ്പും പാർലമെൻറ്റും ജനപ്രതിനിധികളുടെ ഭരണം ഇതൊക്കെ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ തന്നെയാണ്. അതുപോലെ ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. ഡെമോസ് എന്നും ക്രാറ്റോസ് എന്നും പറഞ്ഞ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്നുള്ള പദം രൂപം കൊണ്ടത്. പിന്നെ ഗ്രാമസഭയെ കുറിച്ച് പറഞ്ഞ കാര്യവും പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഓർത്തിരിക്കണം. പിന്നെ കേരള നിയമസഭയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, കേരളം നിയമസഭയ്ക്ക് 3 മുൻഗാമികളുണ്ട് അല്ലേ. 3 മുൻഗാമികളുണ്ട്. ആരൊക്കെയാണ്? ഏതൊക്കെയാണ്? 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയൊക്കെയാണ്. അതിൻ്റെ വർഷങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക, ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 അതുകൊണ്ട് നമ്മൾ ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളും പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വയ്ക്കുക. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ ശ്രദ്ധിക്കണം. പരമാധികാരം നമുക്ക് കാണുമ്പോൾ സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവർ കൊണ്ടുവന്നിടും. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ, പരമാധികാരം ജനങ്ങൾക്ക് എന്നുള്ളത്, നിയമവാഴ്ച എന്നുള്ളത്, നീതിന്യായ വ്യവസ്ഥ, പിന്നെ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷം, സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, പരമാധികാരം ജനങ്ങൾക്ക് എന്നുള്ളത്, പിന്നെ നിയമവാഴ്ച, നീതിന്യായം, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, പിന്നെ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷം, സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. അതുപോലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് നോക്കാം. അത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് മാറ്റിയത് 1989 രാജീവ് ഗാന്ധിയാണ് 61ാമത്തെ അമെൻമെൻറ്റിലൂടെയാണ് മാറ്റിയതെന്ന് ഓർത്തിരിക്കണം. തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഓർക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ, ഗവൺമെൻറ് രൂപീകരിക്കുക, ജനാധിപത്യം ശക്തിപ്പെടുത്തുക, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക, വോട്ടർമാരെ ബോധവൽക്കരിക്കുക, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കുറച്ച് നേരം കൂടുതൽ സമയമെടുത്തു, നിങ്ങൾ ക്ഷമിക്കുക. അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ നിർത്താണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് അടുത്ത ക്ലാസ് എടുക്കാനുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അടുത്ത ക്ലാസ് ചെയ്യാൻ തോന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂസ് കുറവാണല്ലോ, ആർക്കും എന്താണ് ഇൻട്രസ്റ്റ് ഇല്ല, ഞാനിനി ക്ലാസ് എടുക്കണമെന്നൊക്കെ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു വിഷമം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അതുകൊണ്ടാണ് നിങ്ങളോട് പിന്നെയും പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.